ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് IMF. US-ഇറാൻ സംഭാഷണ പ്രതീക്ഷയിൽ ഓയിൽ വില കുറയുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, സെൻസെക്സ് നിഫ്റ്റി ഉയർച്ച തുടരാൻ സാധ്യത. ഇന്ത്യയുടെ സമ്പത്ത് സ്റ്റാർട്ടപ്പുകളിലേക്ക് തിരിയുന്നു. ആമസോണിന്റെ $11 ബില്യൺ ഡീൽ. കേരളം, നിക്ഷേപകരെ ആകർഷിക്കാൻ പദ്ധതികൾ. ലോക വ്യാപാര വളർച്ച മന്ദഗതിയിലാകും. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് IMF ഇന്ത്യയുടെ FY27 GDP വളർച്ച 6.5% ഉയർത്തി. ലോക ശരാശരിയുടെ ഏകദേശം ഇരട്ടിയാണ്. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും നല്ല പോളിസികളും കാരണമായി. എങ്കിലും ഓയിൽ വിലയും ഭൂരാഷ്ട്രീയ ടെൻഷനും റിസ്ക്കുണ്ട്. US-ഇറാൻ സംഭാഷണ പ്രതീക്ഷയിൽ ഓയിൽ വില കുറയുന്നു. US-ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ സംഭാഷണങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $93-95 താഴ്ന്നു. ഇത് ഇന്ത്യൻ ഇറക്കുമതി ബില്ലിനും പണപ്പെരുപ്പത്തിനും ആശ്വാസമാകും. മാർക്കറ്റ് ഇതിനെ പോസിറ്റീവായി കാണുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്. സെൻസെക്സ് നിഫ്റ്റി ഉയർച്ച തുടരാൻ സാധ്യത. ഇന്നലെ സെൻസെക്സ് 1264 പോയിന്റ് ഉയർന്ന് 78,111 നിഫ്റ്റി 389 പോയിന്റ് ഉയർന്ന് 24,231 ക്ലോസ് ചെയ്തു. ഓയിൽ വിലക്കുറവും US-ഇറാൻ പ്രതീക്ഷയും കാരണം. നാളെ ഫെഡ് ഉദ്യോഗസ്ഥരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക. മൊത്തത്തിൽ നിയർ ടേം ഔട്ട്ലുക്ക് പോസിറ്റീവ്. ഇന്ത്യയുടെ സമ്പത്ത് സ്റ്റാർട്ടപ്പുകളിലേക്ക് തിരിയുന്നു. സ്വർണവും പ്രോപ്പർട്ടിയും ഒഴിവാക്കി കുടുംബസമ്പത്തും ESOP ലാഭവും സ്റ്റാർട്ടപ്പുകളിലേക്ക് മാറുന്നു. ഫോറിൻ VCകൾ ജാഗ്രത കാണിക്കുമ്പോൾ ഫാമിലി ഓഫീസുകൾ പുതിയ ഫണ്ടിംഗ് നൽകുന്നു. ആമസോണിന്റെ $11 ബില്യൺ ഡീൽ. ആമസോൺ ഗ്ലോബൽ സ്റ്റാറിനെ $11.57 ബില്യൺ ഏറ്റെടുക്കുന്നു. സ്റ്റാർലിങ്കിനോട് മത്സരിക്കാൻ സാറ്റലൈറ്റ് സേവനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യം. കേരളം, നിക്ഷേപകരെ ആകർഷിക്കാൻ പദ്ധതികൾ. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും പല പ്രോജക്റ്റുകളും കേരളം അവതരിപ്പിക്കുന്നു. ക്രിട്ടിക്കൽ മിനറലുകൾ, ഡിഫൻസ് ടെക്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഫോക്കസ്. സംസ്ഥാനം ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബായി മാറാൻ ശ്രമിക്കുന്നു. ലോക വ്യാപാര വളർച്ച മന്ദഗതിയിലാകും. അങ്ടാഡ് മുന്നറിയിപ്പ്. 2026 ലോക വസ്തുവ്യാപാര വളർച്ച 4.7% നിന്ന് 2.5% കുറയും. മിഡിൽ ഈസ്റ്റ് യുദ്ധവും ഹോർമൂസ് ജലപാതയിലെ തടസ്സവും കാരണം. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.